ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാവേ. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുത്ത് വെക്കാം. മാരിനേഷൻ കഴിഞ്ഞിട്ടില്ല. ഒരു മിക്സഡ് ജാറിലേക്ക് 4-5 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുതിർത്ത് വെച്ചിട്ടുള്ള 10-20 കാഷ്യൂനട്ടും കുറച്ചധികം മല്ലിയിലയും 1 ടീസ്പൂണോളം നല്ല ജീരകവും കുറച്ച് തൈരും ചേർത്ത് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. എന്നിട്ട് ഇത് ചിക്കനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് എല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് ചിക്കനിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് അരമണിക്കൂർ ഇത് അവിടെ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. സവാള ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ അതിലിട്ട് നന്നായിട്ട് നമുക്ക് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണയിലും നെയ്യിലും കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം, മറന്നു പോകരുത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും 2 പച്ചമുളക് കീറിയതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ഭംഗിക്കാണ് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപാര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മുടെ ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ട്രൈ ചെയ്യാതിരിക്കരുത്. സൂപ്പർബ് ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.